തിലകണ്ടാത്ത എടി ഈ ബാഗ് കൊണ്ടകത്ത് വെക്കാൻ ഇല്ല. എന്റെ അച്ഛനാണ് പറയണേ ബാഗ് കൊണ്ടകത്ത് എടി. തിലകൻ ചേട്ടൻ കയറി ഒന്ന് ബാഗ് കൊണ്ടകത്ത് വെക്കാൻ. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് നിങ്ങളോട് ജീവിക്കണ്ട. നിനക്ക് ജീവിക്കണ്ടേ? ജീവിക്കണ്ട. എന്റെ അടുത്ത് പെട്ടി കൊണ്ടകത്ത് വെക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇല്ല എന്റെ പൊന്നു നസീർക്ക, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എത്ര മാത്രം ആമ്പിള്ളേരാണെന്ന് അറിയോ എന്റെ പിടകെ നടന്നത്. നീ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നേ, ഒരുത്തനും അങ്ങനെയൊന്നും പറയണ്ട. ജീവ എന്നെ കെട്ടില്ലെങ്കിൽ ജീവൻ കളയെന്ന് പറഞ്ഞ ആളാ. എന്നെ കെട്ടാത്തോണ്ട് മാത്രം ആ ജീവ ഇപ്പോഴും ജീവനോടിരിക്കും അല്ലേ ജീവ? ബാഗ് ഉണ്ടോ? ഇല്ല. കുനിയടി. കുനിയൂല. കുനിയടി. കുനിയൂല. നീ കുനിയൂല അല്ലേടി? അയ്യോ അമ്മേ, അയ്യോ 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 അയ്യോ. ജീവ രക്ഷിച്ചേന് നന്ദി. നമ്മൾ അവിടെ എത്തി. കുനിയുന്നടുത്ത് കുനിയാടി. തല്ലിക്കോ, നിങ്ങൾ എത്രയെന്ന് വെച്ചാൽ തല്ലിക്കോ. നിങ്ങൾ ഇന്നോടെയല്ലേ തല്ലുള്ളൂ. അതിനു മുമ്പേ നമ്മുടെ കല്യാണം നടന്ന ഞങ്ങളുടെ കൂട്ടുകാരൻ സുരേഷില്ലേ, അയാളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അയാളെ വരട്ടെ, അയാൾ വന്നിട്ടേ എന്നോട് പോളൂ. എല്ലാരും അറിയട്ടെ നിങ്ങളുടെ സ്വഭാവം. ഇനി ഞാൻ നിന്നെ തല്ലത്തൊന്നുമില്ല, പക്ഷെ എന്റെ വാക്ക് ധിക്കരിച്ച് നീ ആ ജോലിക്ക് പോവാൻ ഞാൻ സമ്മതിക്കൂലടി. എന്തുവാടാ ബഹളം? എന്താ മങ്ങളെ പ്രശ്നം? സുരേഷ് ഏട്ടൻ കേക്കണം. അയ്യോ സ്നേഹോലി ചഴങ്ങണം. ഇന്നലെ ഞാൻ വീട്ടിൽ വരാൻ താമസിച്ചേനി. ഇവളെന്തരൊക്കെ നിന്നെ പറഞ്ഞെന്നറിയാമോ? ആർക്കും വേണ്ടാത്ത വൃത്തികെട്ട സുരേഷിന്റെ കൂടെ 24 മണിക്കൂറും അയാളെന്ത് നിങ്ങളെ ഭാര്യയാണ് എന്നിട്ടിപ്പ സുരേഷ് ഏട്ടാന്ന്. അതൊരു പെങ്ങളുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലേ സുരേഷ് ഏട്ടാ. എത്ര വർഷമായെന്നറിയാമോ നമ്മളെ രണ്ടുപേരും കല്യാണം കഴിട്ട് ഇന്നവരെ ഇങ്ങനെ എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. ഇയാൾക്കെന്നെ സംശയ സുരേഷ് ഏട്ടാ. അത് മാത്രം നീ പറയരുത്. സംശയം കൊണ്ടല്ല, നിന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടോ. നീ ഇന്ന് എന്റെ അടുത്ത് വേണമെന്നൊരു ചിന്ത കാരണം. അത് സത്യായിരിക്കും, അത്രക്ക് സ്നേഹം ഉള്ളോണ്ടായിരിക്കുന്നേ. 10 പേര് കൂടെടുത്ത് തന്നെ ഇങ്ങനെ കൊണ്ടുപോയില്ല അറിയോ? എന്തുവാടാ ഇതൊക്കെ? പാച്ചക്കള്ളാണ് വിളിച്ചു പറയണത്. കഴിഞ്ഞ ആഴ്ച കൂടെ ഞാൻ ഗുരുവായൂർ കൊണ്ടുപോയി തൊഴിച്ചിട്ട് വന്നതാണ്. അത് സത്യ. വെളുപ്പിന് 1:15 ആരുമില്ലാത്തപ്പം നടപ്പന്തലിരുന്ന മൂങ്ങ പോലും ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വെളിയിൽ കൊണ്ടുപോയി തൊഴിച്ചുകൊണ്ട് വന്നത് അറിയോ? അപ്പൊ സിനിമയ്ക്ക് കൊണ്ടുപോയതോ? അവിടെ ആവുമ്പോ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവിടെ ആളും ഉണ്ടായിരുന്നു. ഞാൻ സിനിമ ഉണ്ടായിരുന്നു. ഞാൻ സിനിമ കാണുകയും ചെയ്തു കേട്ടല്ലോ. ഞാൻ എവിടെ ഇരുന്നാ കണ്ടേ നോക്കിയാ നേരത്ത്. എവിടെ ഇരുന്നാടാ കണ്ടേ? പ്രൊജക്ടർ റൂമിൽ. അതാമാര് ശല്യപ്പെടുത്താന്ന് വരത്തില്ലല്ലോ. ശരിക്കും ഇവിടെ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞുതരാം. എന്റെ അമ്മ അച്ഛനോട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്നെ പഠിപ്പിച്ച് അതിന്റെ പേരിൽ എനിക്കൊരു ജോലി കിട്ടി. ഇപ്പൊ ഇങ്ങനെ അതിന് വീടാനില്ല. സാധാരണ കുടുംബത്തിൽ ജോലി ഇല്ലാത്തതിനാണ് വഴക്ക്. ഇവിടേക്ക് ജോലിക്ക് പോകുന്നതിനാട്ടി കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടാ. അവന്റെ സാമീപ്യമുള്ള സ്ഥലത്ത് എന്റെ ഭാര്യ ജോലിക്ക് പോണത് എനിക്കിഷ്ടമില്ല. ആരുടെ സാമീപ്യോ? അത് നീ അവളോട് ചോദിച്ചു നോക്ക്. ആരുടെ പെങ്ങളെ? അയ്യോ നിനക്ക് എപ്പോഴാണ് അവള് പെങ്ങളായ? ഇന്നലെ നീ വിളിച്ചോണ്ടിരുന്നില്ലേ? അപ്പൊ ഇവ എന്തരക്കാ നീ പറഞ്ഞെന്നറിയാമോ? ആ കാട്ടുപുറത്തെടുത്ത് കിരച്ചിടാൻ എന്നിട്ടിപ്പം പെങ്ങളെന്ന്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അല്ല ആരുടെ സാമീപ്യ? പുറത്തറിയാൻ പറ്റത്തില്ല, എന്നാൽ ഞാൻ പറയാം. എന്ത്? ഉണ്ണി മുകുന്ദന്റെ? ഉണ്ണി മുകുന്ദനാ? അത് സിനിമ നടനല്ലേ? വൃത്തിയട്ടോനെ, പാൽക്കാരനെ സംശയിക്ക, പത്രം ഇടുന്നോനെ സംശയിക്ക, പലിശക്ക് വരുന്ന അമ്മാച്ചീനെ വരെ സംശയിക്ക. എന്തിനാടാ സിനിമയിൽ കിടക്കുന്ന ഉണ്ണി മുകുന്ദനെ നീ സംശയിക്കുന്നേ? എങ്ങനെ സംശയിക്കാതിരിക്കും? കല്യാണം കഴിഞ്ഞ ചിത്രയും വർഷമായി. അവളെ ഫോണിൽ ആരെ ഫോട്ടോ കിടക്കണം ചോദിക്കും. ആരെയാ പെങ്ങളെ? അതെന്റെ ഉണ്ണിച്ചേട്ടന്റെ. വെറും ഫോട്ടോ ആണ്, കുഴപ്പമില്ല. ഇത് ഉടുപ്പില്ലാതെ ബോഡി കാണിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. എനിക്കുണ്ടല്ലോ അങ്ങനെ നിറയെ ഫോട്ടോ. അവളെന്തുകൊണ്ട് എന്റെ ഫോട്ടോ ഇടുന്നില്ല? എന്റെ ബോഡിക്ക് എന്തായാലും പ്രശ്നം. എന്റെ ബോഡിയിൽ സ്റ്റിൽ ബോഡിയല്ലേ, എന്റെ ബോഡിക്ക് എന്തായാലും പ്രശ്നം. അതൊരുപാട് വ്യായാമൊക്കെ ചെയ്ത് സെറ്റായ ബോഡിയാണ് ഉണ്ണി മുകുന്ദന്റെ. അല്ലാതെ ഈ ഒള്ളി തൊലിച്ചാണിരിക്കുന്ന ബോഡി അല്ല. ഈ പറഞ്ഞതിനുള്ളത് നിനക്ക് യൂട്യൂബിന്റെ താഴെ കിട്ടിക്കോളണം. ബോഡി ഷേമിങ് ചെയ്യും. എനിക്ക് ഉണ്ണിച്ചേന്റെ സിനിമ എനിക്ക് ഉണ്ണിച്ചേനെ ഭയങ്കര ഇഷ്ടാ. അതിന് ആരാധനയായിട്ടാ കാണുന്ന, ഇങ്ങനെ അതിന് സംശയമായിട്ടാ കാണുന്ന. എടാ ഈ നിസാര കാര്യത്തിന് നീ ഇങ്ങനെ സംശയിക്കല്ല കേട്ടാ. ഇന്നലെ ഈ വീട്ടിൽ 100 രൂപയുടെ പച്ചക്കറി മേടിച്ചോണ്ട് വന്നത് ഞാനോ ഉണ്ണിയും മുകുന്ദനോ? അപ്പൊ അവൾ ഇഷ്ടപ്പെടേണ്ടത് എന്നെയോ ഉണ്ണിയും മുകുന്ദനെയോ? അത് പിന്നെ നിന്നെ അല്ലടാ.
ഞാൻ രാവിലെ ആ ജോലി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ ഒന്ന് പോണു. ആരാധന മൂത്തൊരു ദിവസം ഉണ്ണി മൂന്ത ഈ വീട്ടിൽ വന്ന് കേറിയാ തിന്നില്ലേ? എടാ ഈ ഫാമിലിയിലൊക്കെ സംശയം എന്ന് പറഞ്ഞാലേ സ്ഥിര സംഭവ. അത് നീ കൂടി ചെയ്ത മോശാവേ. സംശയം എന്ന് പറഞ്ഞ് എന്റെ സബ്ജക്റ്റിനെ പുതുമയില്ലാതാക്കരുത്. ഇവിടത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഭാര്യയോടുള്ള സ്നേഹക്കൂടുതൽ. മനുഷ്യ എവിടെന്നെങ്കിലും ഒക്കെ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരുമ്പം സബ്ജക്റ്റിന് പുതുമയില്ലെന്ന് പറയിപ്പിക്കാനായി. ഇഷ്ടമുണ്ട്. മഞ്ജു വാര്യർ. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെടാ, അവക്ക് ഇഷ്ടപ്പെട്ടല്ല കുഴപ്പം. അവൾ ഇഷ്ടപ്പെടുന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അവന്റെ സാമീപ്യമുള്ള സ്ഥലത്ത് അവള് ജോലിക്ക് പോവണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. അവന്റെ സാമീപ്യ? പെങ്ങൾ എവിടെയാ പെങ്ങളെ ജോലി ചെയ്യുന്നേ? IT കമ്പനിയിൽ. IT കമ്പനിയിൽ എവിടെയാടാ ഉണ്ണിമുഖത്തിന്റെ സാന്നിധ്യം? അവളാ ബോസിന്റെ കവിളിലൊരു ഉണ്ണിയുണ്ട്. അവളാ ബോസിനെ നോയിക്കൊണ്ടിരുന്നായിരിക്കുമല്ലേ ഈ ജോലി ചെയ്യുന്നത്. അപ്പൊ ബോസിന്റെ മുഖത്തുള്ള ഉണ്ണി കാണുമ്പോ ഉണ്ണി മുകുന്ന ഓർമ്മ വരൂലേ? അങ്ങനെയൊക്കെ ഓർക്കോ? ഓ പിന്നെ ഇല്ലേ, ഇവൾ അമ്പലത്തിൽ പോകുമ്പോ നേരുന്നത് ഉണ്ണിയപ്പം. എന്റെ മൂത്ത മോന്റെ പേര് ഉണ്ണി, എന്റെ ഇളയ മോന്റെ പേര് കുഞ്ഞുണ്ണി. എന്റെ വലിയ ഗണപതിയെ എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റി തരണേ. വലിയ ഗണപതിയാ? ഉണ്ണി ഗണപതി അല്ലേ? അത് പറഞ്ഞിട്ട് വേണം ഇനി അവള് ആ ഉണ്ണി പിടിക്കാനായിട്ട്. അപ്പൊ ശരിക്കും ഇല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം ബോസിന്റെ മുഖത്തുള്ള ഉണ്ണി. അതെ, അത് ഞാൻ പരിഹരിച്ചു തരാം. അയാളെ നമ്പർ ഉണ്ടാ? ഉണ്ണിച്ചേട്ടന്റെ. അയ്യോ ഉണ്ണിച്ചേട്ടനല്ല, ആ ബോസിന്റെ നമ്പർ ഉണ്ടോ? ഉണ്ട്. എവിടെങ്ങാലും എടുക്കുവോ? ഹലോ, ഉണ്ണിയുള്ള സാറല്ലേ? അല്ല, സാറിന്റെ പേരെന്തായിരുന്നു? രാജ്കുമാർ സാർ. ആ, രാജ്കുമാർ സാറല്ലേ? ആ, ഞാൻ സാറിനെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഞാൻ ജലജയുടെ സഹോദരനാണേ. സാറിനോട് ഞാനൊരു കാര്യം ചോദിച്ചാ സാറ് സങ്കടപ്പെടൂലല്ലോ അല്ലേ? സാറിന്റെ മുഖത്തൊരു ഉണ്ണിയില്ലേ, അത് മഹാവൃത്തിയേടാണ് കേട്ടാ. ഈ കാലത്ത് ഒരുപാട് ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ. കരിച്ചു കളയാം, മുറിച്ചു കളയാം. സാറിന്റെ മുഖത്തുള്ള ഉണ്ണി ഒന്ന് എടുത്തു കളഞ്ഞാ ഒരു കുടുംബം രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെയല്ല. ഓക്കെ. ഈ കമ്പനിയെ കൊടുങ്ങല്ലൂർ ഭാഗത്താണാ? അല്ല. എന്റെ ചെവി അങ്ങ് കരിഞ്ഞു പോയി. എന്തോ ആയി? നടക്കുന്ന പ്രശ്നല്ലടാ. എടാ നീ ഇവിടെ ജോലിക്ക് വിട്. എടാ നീ കെട്ടി താലി അവളെ കഴുത്തിൽ എത്രത്തോളം കിടക്കുന്ന ഈ പുണ്യമൂന്ന വന്ന് വിളിച്ചാ പോലെ അവള് പോത്തില്ല. എടാ നീ അവളെ ജോലിക്ക് വിട്. ശരി, അവളെ ജോലിക്ക് പൊക്കോട്ട്. ഞാൻ ഈ സബ്ജക്റ്റ് അളി ഒരു മിനിറ്റ്. എന്തുവാ? ഹലോ, എന്ന്? ശരി. എന്തുവാ അളിയാ? ഇത് ഞാൻ നടത്തത്തില്ല. എനിക്ക് ജീവൻ ഉണ്ടേ ഞാൻ നടത്തത്തില്ല. എന്തുവാന്ന്? എടാ അടുത്ത മാസം പുഷ്പ 2ന്റെ പ്രൊമോഷന് വേണ്ടി അല്ലു അർജുൻ കേരളത്തിലേക്ക് വരുന്നേ. അതിന് നിനക്ക് എന്താടാ? എടാ അല്ലു അർജുൻ എന്ന് പറഞ്ഞ എന്റെ ഭാര്യക്ക് പ്രാന്താണ്. അവൻ ഈ കേരളത്തിലേക്ക് വന്ന അവൾ എന്തായാലും കാണാൻ പോകും. അത് ഞാൻ നടത്തത്തില്ല. എന്റെ ഭാര്യക്ക് മറ്റൊരാൾ ഇഷ്ടപ്പെടുമ്പോ എനിക്കത് നോവും. അവൻ അവന്റെ ഭാര്യ സംശയമായിട്ടാണോ എന്നെ നന്നാക്കാൻ വന്നേക്കണത്? അളിയാ, സംശയമൊന്നും പറഞ്ഞ സബ്ജക്റ്റിനെ പുതുമയില്ലാതാക്കരുത്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഭാര്യയോടുള്ള ഭർത്താവിനുള്ള സ്നേഹം.